കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ഇന്ത്യയായിട്ട് മാറും. കേൾക്കുമ്പോൾ എല്ലാവർക്കും ചിരി വരും, സ്വാഭാവികമാണ്. ഇന്ത്യ ഏറ്റവും വലിയ സൈനിക ശക്തി ഉടനെ ആവും എന്നല്ല. അതായത് അമേരിക്കയും ചൈനയും ഒക്കെ പിന്തള്ളി അങ്ങനെ ആവുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായൊരു കാര്യമല്ല. നിലവിലത്തെ അവസ്ഥയിൽ നമുക്ക് ഒട്ടും സാധിക്കുന്ന കാര്യവുമല്ല. എന്നാൽ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ഏറ്റവും അധികം സൈനികരുള്ള ഒരു രാജ്യമാണ് ഏറ്റവും വലിയ സൈനിക ശക്തിയെങ്കിൽ ഇന്ത്യ ഒന്നാമതെത്തും. നിലവിൽ തന്നെ ചൈന കഴിഞ്ഞാൽ ഇന്ത്യക്കാണ് ഏറ്റവും അധികം സൈനികരുള്ളത്. എന്നാൽ ഉടനെ തന്നെ ചൈനയും അമേരിക്കയും പല രാജ്യങ്ങളും സൈനികരുടെ എണ്ണം വളരെ അധികമായിട്ട് കുറയ്ക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട്? ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായി ഇനിയുള്ള കാലത്ത്. ഉക്രൈനിൽ നിന്നുള്ള യുദ്ധരംഗത്തെ പല വീഡിയോകളും കണ്ടു കഴിഞ്ഞാൽ, അതായത് റഷ്യൻ സൈനികർ ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിൽ നിൽക്കുന്നു, ഡ്രോണുകൾ അവരെ ലക്ഷ്യമാക്കി പറക്കുകയാണ്. അതായത് ഈ ഡ്രോണുകളുടെ ക്യാമറയിലൂടെ ദൂരെ ഇരുന്നുകൊണ്ട് ഉക്രൈൻ്റെ ഒരു സൈനികൻ കിലോമീറ്ററുകൾക്ക് അകലെ ഇരുന്ന് ഇത് കണ്ടുകൊണ്ടാണ് ഈ ആക്രമണം നടത്തുന്നത്. ഈ ഡ്രോണുകളെ കണ്ട ഉടനെ തന്നെ ഇവർ വെടിയുതിർക്കുന്നു. ഇതൊന്നും ഏൽക്കുന്നില്ല. പലതും തകർന്നു വീഴുന്നുണ്ടെങ്കിലും അതിലധികം ഡ്രോണുകളാണ് ഇങ്ങനെ പറക്കുന്നത്. അവസാനം വഴിയൊന്നുമില്ലാതെ ഇവർ കൈകൂപ്പുന്നതും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. എന്നാൽ ആക്രമണം നടത്തുകയാണ്, അവിടെ സ്ഫോടനം നടന്ന് ഇവരൊക്കെ മരിക്കുകയാണ്. അതുപോലെ ടാങ്കുകൾ ചെന്ന് ആക്രമിക്കുന്നത്, ടവറുകൾ ചെന്ന് ആക്രമിക്കുന്നത്, ഡ്രോണുകളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും? പട്ടാള ടാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? കുറേ മിസൈലുകൾ ഘടിപ്പിച്ച് ട്രക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ആയിരക്കണക്കിന് സൈനികർ ആധുനികമായ തോക്കുകളും പിടിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? പറന്നു വരികയാണ് ഡ്രോണുകൾ. ഇത് വെടിവെച്ചിടുന്നതിനൊക്കെ പരിമിതിയുണ്ട്. ഇതുകൊണ്ടാണ് റഷ്യ അവിടെ വെള്ളം കുടിക്കുന്നത്. കാലം മാറിയിരിക്കുന്നു. ഇനിയുള്ള കാലത്ത് ഒരു രാജ്യവും ഒരുപാട് ടാങ്കുകൾ ഉണ്ടാക്കിയിട്ടോ അതുപോലെ യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, അതായത് പരമ്പരാഗതമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള സൈനിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കുന്നത് ഇനി ഒരു പാഴ്വേലയാണ്. ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്തിന്? സൈനികരെ പോലും ഇനിയുള്ള കാലത്ത് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. അവർക്ക് കായികശേഷി കാര്യമായിട്ട് ഉണ്ടാകണമെന്ന് പോലും നിർബന്ധമില്ല. കാലം വളരെയധികം മാറിയിരിക്കുകയാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തി എന്ന് നമ്മൾ ഇത്ര നാളുമൊക്കെ കരുതി വെച്ചിരുന്ന റഷ്യ ഉക്രൈനിൽ കിടന്ന് വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ വീഡിയോകളുമൊക്കെ യൂട്യൂബിൽ തന്നെയുമുണ്ട്. അതിൻ്റെ ചില ലിങ്കുകളൊക്കെ താഴെ നൽകാം. ഡ്രോണുകൾ കൊണ്ടുള്ള ഒരു കളിയാണ്, യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഉക്രൈൻ്റെ സൈനികർ ഇപ്പോൾ റഷ്യയും അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും ഉക്രൈനാണ് ഈ മേഖലയിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയാം. ഈ ഡ്രോൺ ആക്രമണത്തിൽ നശിച്ചാലും ആ സൈനികന് ഒരു പ്രശ്നവും വരുന്നില്ല. അയാൾ വേറെ എവിടെയോ സേഫായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ മിക്കവാറും ഇയാൾക്ക് ശത്രുഭടന്മാരെ വധിക്കാനും അല്ലെങ്കിൽ പല നാശനഷ്ടങ്ങളും വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയാണ് ഉക്രൈനിൽ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ദശലക്ഷക്കണക്കിന് ഡോളർ വിലയുള്ള റഷ്യയുടെ ടാങ്കുകൾ നശിപ്പിക്കാനായിട്ട് കേവലം $800 മാത്രമൊക്കെ വില വരുന്ന ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇത്രയും വില കൂടിയ ടാങ്കുകൾ വളരെ ഈസി ആയിട്ട് ഇവർ നശിപ്പിച്ച് കളയുന്നത്. അതായത് 60 കോടിയും 70 കോടിയും ഒക്കെ വിലയുള്ള റഷ്യയുടെ ടാങ്കുകൾ തകർക്കാൻ മറുഭാഗത്തിന് ചിലവ് വരുന്നത് 60,000 രൂപ അല്ലെങ്കിൽ 70,000 രൂപയ്ക്ക് തുല്യമായ അത്രയും അവരുടെ കറൻസി മാത്രമാണ്. ഇതിൽ കുറേ അധികം ഡ്രോണുകൾ നശിപ്പിക്കപ്പെട്ടാൽ എന്താണ്? ഇതേ ചിലവുള്ളൂ ഇതിന്. അപ്പോൾ ഇത് തേനീച്ചകളെ പോലെ അങ്ങ് ഇറക്കുകയാണ്, ഇഷ്ടംപോലെ ഇറക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ടാങ്കുകളെല്ലാം നശിപ്പിക്കപ്പെടും, പട്ടാളക്കാരെല്ലാം വധിക്കപ്പെടും. ഇതാണിപ്പോൾ റഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം മാറി എന്നുള്ളതിൻ്റെ വ്യക്തമായ ദൃശ്യമാണ് ഈ കാണുന്നതെല്ലാം. ഇനി പണ്ടത്തേതുപോലെ ഇത്രയും എയർക്രാഫ്റ്റ് ക്യാരിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, ആണവ അന്തർവാഹിനികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, ഇത്രയും യുദ്ധവിമാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ, ടാങ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഇനിയുള്ളത് ഡ്രോൺ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെയാണ്. അവിടെയാണ് നമ്മുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ഈ മേഖലകളിൽ നിന്ന് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന രാജ്യം ചൈനയാണ്, പ്രത്യേകിച്ച് ഡ്രോൺ ടെക്നോളജിയിൽ. വരാൻ പോകുന്ന കാലത്ത് ചൈനയിലെ സൈനികരുടെ എണ്ണം വളരെ അധികമായിട്ട് കുറയ്ക്കാൻ പോവുകയാണ്. കാരണം ഇതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഒരു പ്രയോജനവും ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് സേഫായിട്ട് ഇരുന്നിട്ട് ഈ ഡ്രോൺ വഴി ആക്രമണം നടത്താനായിട്ട് എന്തിനാണ് സൈനികർ? അതൊരു സാധാരണ മനുഷ്യനും പരിശീലനം കൊടുത്താൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും അധികം സൈനികരുള്ള രാജ്യമാണ് ചൈനയെങ്കിൽ അത് വളരെ പുറകിലായി പോകുന്ന രീതിയിൽ, അതായത് ഈ സൈനികരെ ഇങ്ങനെ നിർത്തുന്നത് കൊണ്ട് വലിയ കാര്യമില്ല എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും അധികം സൈനികരുള്ളത് ഇപ്പോൾ ഒന്നാമത് ചൈനയാണ്, രണ്ടാമത് ഇന്ത്യയാണ്, മൂന്നാമത് അമേരിക്കയാണ്. അങ്ങനെ പോവുകയാണ്. ഈ അമേരിക്കയും ചൈനയും അല്ലെങ്കിൽ ലോകത്തെ പല രാജ്യങ്ങളും മാറ്റം മനസ്സിലാക്കി ഒരു വലിയ അഴിച്ചുപണി അല്ലെങ്കിൽ
ഇനിയുള്ള കാലത്ത് സൈനിക ശക്തി എന്ന് പറയുന്നതിൻ്റെ അളവുകൾ ഈ പറയുന്ന ടാങ്കുകളും യുദ്ധവിമാനങ്ങളും കപ്പലുകളും സൈനികരുടെ എണ്ണവും ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ഇന്ത്യയും ഇതിനനുസരിച്ച് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഡ്രോണുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് പോകുന്നത് നമ്മൾ ഈ കല്യാണ വീഡിയോ ഒക്കെ പിടിക്കാനായിട്ട് പൊതുവെ എല്ലായിടത്തും കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരും സാധാരണ വാങ്ങി ഉപയോഗിക്കുന്ന ചെറിയ ഡ്രോണുകൾ, അതല്ല യുദ്ധമുഖത്ത് അല്ലെങ്കിൽ ഇന്ന് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വളരെ അഡ്വാൻസ്ഡ് ആണ്. അതായത് ഒരു കാളവണ്ടിയും ഇന്നത്തെ ഒരു ആധുനിക സ്പോർട്സ് കാറും തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? അതുപോലെയുള്ള വ്യത്യാസമുണ്ട് നമ്മൾ പൊതുവെ കാണുന്ന ഡ്രോണുകളും, പ്രത്യേകിച്ച് ഈ ചൈനയൊക്കെ ഇന്ന് വികസിപ്പിക്കുന്ന അത്യാധുനിക മിലിറ്ററി ഡ്രോണുകളും ഒക്കെ തമ്മിൽ. അതായത് കുറേയധികം മിസൈലുകളും കൊണ്ടുവരുന്ന ട്രക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഇത്തരം കുറേയധികം ഡ്രോണുകൾ, അതായത് 10,000-കണക്കിന് ഡ്രോണുകൾ ഒരൊറ്റ ട്രക്കിൽ നിന്ന് തന്നെ തേനീച്ചക്കൂട് ഇരമ്പി പോകുന്നത് പോലെ പുറത്തേക്ക് പോവുകയാണ്. ഇതെല്ലാം കൂടി പറഞ്ഞിട്ട് ഏതെങ്കിലും വഴിക്ക് ഒരു തടസ്സമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ബിൽഡിംഗ് ആണെങ്കിൽ കുറേ എണ്ണം ആ ഒരു ബിൽഡിങ്ങിൽ ഒരു പ്രത്യേക ഭാഗത്ത് സെറ്റ് ചെയ്തിട്ട് അതെല്ലാം കൂടി പൊട്ടിത്തെറിക്കും. ആ ഒരു വിടവിലൂടെ മറ്റ് ഡ്രോണുകൾ അകത്തേക്ക് കയറും. ഇനി ഈ ഡ്രോണുകളിൽ തന്നെ ഓരോരുത്തരുടെയും മുഖം തിരിച്ചറിയാനുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അവരുടെ മുഖം തിരിച്ചറിഞ്ഞ് ആക്രമണം നടത്താനുള്ള കാര്യങ്ങൾ വരെ ഈ ഡ്രോണുകളിൽ ഉണ്ടായിരിക്കും. ഇതുപോലെയുള്ള രീതിയിലാണ് ഈ ഡ്രോൺ ടെക്നോളജി മാറിയിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ജർമ്മനി കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പുതിയ മിലിറ്ററി വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഡ്രോണുകളെ നശിപ്പിക്കുന്ന ഒന്നാണ്. അതായത് ഒരൊറ്റ ഷോട്ടിലൂടെ തന്നെ വളരെ ചെറിയ വെടിയുണ്ടകൾ പോലെയുള്ള കണികകൾ ഒരു നെറ്റ് പോലെ ചെന്നിട്ട്, അതായത് ഒരു ഏരിയയിൽ എത്ര ഡ്രോൺ ഉണ്ടെങ്കിലും അതിനെല്ലാം തകർക്കുന്ന ഒരു പരിപാടിയാണ്. എന്നാൽ അതിൻ്റെ ഒരൊറ്റ ഷോട്ടിന്, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അത് ഉപയോഗിക്കുന്നതിന് $500,000 ചിലവ് വരുന്നത്. എന്നാൽ മറുഭാഗത്ത് ഇതിൻ്റെ 10-1 ചിലവ് വരുന്നില്ല, ആയിരക്കണക്കിന് ഡ്രോണുകൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ മനസ്സിലാക്കാം ഈ ഡ്രോണുകളെ പ്രതിരോധിക്കുന്ന ഒരു ടെക്നോളജിയും ഫലപ്രദമല്ല. ഇതിങ്ങനെ തേനീച്ചകളെ പോലെ ഉണ്ടാക്കി വിടാനായിട്ട് വളരെ എളുപ്പമാണ്, വളരെ ചീപ്പായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. അതായത് മറ്റ് മിലിറ്ററി വെഹിക്കിളുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പട്ടാള ടാങ്ക് ഉണ്ടാക്കാൻ എന്താണ് ചിലവ്? ഒരു യുദ്ധവിമാനം നമ്മൾ റഫാലൊക്കെ വില കൊടുത്ത് വാങ്ങുന്നു, ഇതിൻ്റെയൊക്കെ വില എത്രയാണ്? ഒരെണ്ണത്തിന് 4,000 കോടി 6,000 കോടി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്തിനാണ് ഇത്രയും കാശ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഒരു റോൾസ് റോയ്സ് കാറിന് ഇത്ര കോടി എന്ന് സങ്കല്പിച്ചാൽ ഒരു യുദ്ധവിമാനത്തിന് അതിൻ്റെ ഒരു 100 ഇരട്ടി കൂട്ടിയാലും ശരിയാവുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. ഇത് ആ ടെക്നോളജിയുടെയും കൂടി വിലയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ ഇതിൻ്റെ എല്ലാം കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള കാലത്ത് AI അതുമായിട്ട് സംയോജിപ്പിച്ച ഈ ഡ്രോൺ ടെക്നോളജി, അതിലാണ് കാര്യമിരിക്കുന്നത്. ഏതെങ്കിലും ഒരു രാജ്യം ഇതിനനുസരിച്ചിട്ട് മാറിയിട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് ആന കുതിര ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ വളരെ ദയനീയമായിട്ട് പരാജയപ്പെടും. അതാണ് ഈ റഷ്യയ്ക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തന്നെ ടാങ്കുകളുടെ പല വികാസങ്ങളും സംഭവിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധമാകട്ടെ കരയുദ്ധത്തിൽ ടാങ്കുകൾ തന്നെയായിരുന്നു എല്ലാം എന്ന് പറയാം. അതുപോലെ രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് യുദ്ധവിമാനങ്ങൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അത്രയും ഇല്ല. അവസാനം ആണവായുധവും പ്രയോഗിക്കപ്പെടുന്നു, കാലഗതി ആകെ മാറുന്നു. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെയും രണ്ടാം ലോക മഹായുദ്ധം പോലെ വളരെ വലിയൊരു യുദ്ധമൊന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ പഴയ രീതി തന്നെയാണ് പരിഷ്കരിച്ച് ഇന്നും അളവുകളായിട്ട് എടുക്കുന്നത്. ടാങ്കുകൾ വികസിപ്പിക്കുന്നു, യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നു. എന്നാൽ ഇനിയുള്ള കാലത്ത് ഇതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഡ്രോൺ ടെക്നോളജി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടേ ഇനിയുള്ള ലോകത്ത് കാര്യമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഈ പണം കളയാമെന്ന് മാത്രം. ചൈന ഡ്രോൺ ടെക്നോളജിയിൽ ഏറ്റവും മികച്ചെന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ അമേരിക്ക വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ലേസർ ടെക്നോളജിയിലാണ്. അവരുടെ പല കപ്പലുകളിലും അല്ലെങ്കിൽ ആൻറ്റി ഷിപ്പ് ആയുധങ്ങളായിട്ടുമൊക്കെ അവർ വികസിപ്പിക്കുന്നത് ലേസർ ടെക്നോളജിയാണ്. ഒരൊറ്റ ഷോട്ടിന് $1 മാത്രം ചിലവ് വരുന്ന രീതിയിൽ, അതായത് ഇത് നിർമ്മിക്കാനല്ല, ഇതൊന്നും ഉപയോഗിക്കാനായിട്ട് $1 മാത്രം ചിലവ് വരുന്ന രീതിയിലാണ് അമേരിക്കൻ കപ്പലുകളിൽ ഇത്തരം ഉപകരണങ്ങൾ, അതായത് ദൂരെ നിന്ന് പറന്നു വരുന്ന ഡ്രോണുകൾ, വിമാനങ്ങൾ, ഇതിനെയൊക്കെ ഒരു ചിലവുമില്ലാതെ തകർക്കാനായിട്ട് സാധിക്കുന്നു. ആ സ്ഥാനത്ത് പഴയതുപോലെ മിസൈലുകൾ, തോക്കുകളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലക്ഷക്കണക്കിന് ഡോളറുകളാണ് ചിലവ് വരുന്നത്. ആ സ്ഥാനത്താണ് ഇത്രയും ചീപ്പായിട്ട്, അതായത് ടെക്നോളജി മാറിയിരിക്കുന്നു. ഈ ലേസർ വെപ്പൺസ് ഒക്കെ വളരെ അഡ്വാൻസുമാണ്, മറ്റേതിനേക്കാളും കാര്യശേഷിയും, അല്ലെങ്കിൽ ഇത് കാണാൻ പോലും സാധിക്കില്ല. പൊതുവേ നമ്മൾ കാണുന്ന ലേസർ പോലെയല്ല ഇത്. ഒരു ഡ്രോൺ വരികയാണെങ്കിൽ ആ ഡ്രോണ് അതങ്ങ് കത്തി ഭസ്മമായിട്ട് അങ്ങ് പോകുമ്പോൾ മാത്രമേ ഇത് ലേസർ ഏറ്റതാണ് എന്ന് ഒരുപക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കുകയുള്ളൂ. പല സയൻസ് ഫിക്ഷൻ സിനിമയിലുമൊക്കെ കാണുന്നത് പോലെ ഇനി ഇതേ കാര്യം തന്നെ സാധാരണ തോക്കുകളിലുമൊക്കെ യുദ്ധരംഗത്ത് വരുമായിരിക്കാം.
അപ്പോൾ പഴയ രീതിയിൽ വെടിയുണ്ടകളും അല്ലെങ്കിൽ മെഷീൻ ഗണ്ണുകളും ഒക്കെ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പോലും മാറുകയാണ്. നമ്മളിപ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ സിനിമകളിൽ ഇപ്പോഴാണ് ഈ മെഷീൻ ഗണ്ണുകൾ, നായകനാണെങ്കിൽ അവസാനം ഇതുപോലെ ഒരു വലിയ സാധനം എടുത്ത് പെരുമാറണം എന്നൊക്കെയുള്ളൊരു രീതിയൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ സിനിമകളിൽ പോലും നമ്മൾ പഴയ കാലത്താണ്. അതുപോലെ ചൈന വികസിപ്പിച്ചിരിക്കുന്ന പല ഡ്രോണുകളും കാണാൻ സാധിക്കില്ലാത്തതാണ്. അതായത് വളരെ അടുത്ത് വന്നാൽ മാത്രമേ ഇതിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്റ്റെൽത്ത് പോലെയുള്ള ചില ടെക്നോളജികൾ ഉപയോഗിച്ച്, അതായത് റഡാറുകളിൽ ഇതിനെ കിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, നേരിട്ട് നോക്കിയാലും കാണാൻ കഴിയാത്ത ചില പെയിൻറ്റുകളും മറ്റുമൊക്കെ വികസിപ്പിച്ചിട്ടും ഒക്കെയാണ് ഈ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അതായത് ഈ ഡ്രോണുകളെ ദൂരെ നിന്ന് കാണാനും സാധിക്കില്ല, അടുത്ത് വന്നാൽ മാത്രമേ ഇത് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. യഥാർത്ഥത്തിലുള്ള പ്രാണിയാണ്, ഈച്ചയാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള വണ്ടുകളെ പോലെയൊക്കെ തന്നെ ഇരിക്കുന്ന ഡ്രോണുകൾ, അതായത് ചാരപ്പണി ചെയ്യാനായിട്ട് ഇത് സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ റീചാർജ് ചെയ്യുന്നു. വളരെ അധികം ദൂരത്തേക്ക് ഇതിന് സിഗ്നലുകൾ അയക്കാനായിട്ട് സാധിക്കുന്നു. അതായത് ഒരു മരത്തിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലോ ഒക്കെ ഇതിരിക്കുന്നത് കണ്ടാലും നമുക്ക് മനസ്സിലാവില്ല ഇതൊരു ചാര ഡ്രോണാണ് അല്ലെങ്കിൽ ആക്രമണം നടത്താൻ സാധിക്കുന്ന ഒന്നാണ് എന്ന്. ചൈന തന്നെ വികസിപ്പിച്ച ഒരു ഡ്രോൺ ഒരു വണ്ടിൻ്റെ അത്രയും വലുപ്പം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്ഫോടക വസ്തു പ്രയോഗിക്കുമ്പോൾ വലിയൊരു സ്ഫോടനമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ സാധനത്തിൽ പോലും ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് ഏതൊക്കെ രീതിയിൽ അവർ പല ഗവേഷണങ്ങളും ചെയ്ത്, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ ഇന്നും വെളിപ്പെടുത്താത്ത പലതും ഈ രംഗത്ത് ഉണ്ടായിരിക്കണം. ഉക്രൈനിലൊക്കെ കാണുന്നത് സാമ്പിളുകൾ മാത്രമായിരിക്കാം. അവിടെ ഉപയോഗിക്കപ്പെടുന്നത് പല ആയുധങ്ങളുടെ മുന്തിയ സാധനങ്ങൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ റഷ്യ തന്നെയും ഇറാൻ്റെ ഡ്രോണുകൾ വാങ്ങുന്നു. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്ന സമയത്ത് ഇന്ത്യയിലുള്ള നാട്ടുരാജാക്കന്മാരുടെ യുദ്ധ ഉപകരണങ്ങൾ എന്തായിരിക്കും? കുന്തം, വാള്, പരിച, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുമൊക്കെ. അങ്ങനെയുള്ള ഒരു സൈന്യത്തോട് ഇന്നത്തെ ഒരു അത്യാധുനിക സൈന്യം പൊരുതിയാൽ എങ്ങനെയുണ്ടാകും? ഉദാഹരണത്തിന് ആ പഴയ നാട്ടുരാജാക്കന്മാരുടെ പരമ്പരാഗതമായ ആയുധങ്ങളുമായിട്ട് നിൽക്കുന്ന അവരുടെ സൈന്യത്തോട് ഇന്നത്തെ ഇന്ത്യയുടെ ആധുനിക സൈന്യം പൊരുതിയാൽ എങ്ങനെയുണ്ടാകും? ഏതാനും മിനിറ്റുകൾ മതിയായിരിക്കും ആ യുദ്ധം അവസാനിക്കാനായിട്ട്. എന്ന് പറയുന്നത് പോലെയാണ് ഇനി വരാൻ പോകുന്ന കാലത്ത് നിലവിലുള്ള കാര്യങ്ങളൊന്നും കൊണ്ട് ഒരു കാര്യവുമില്ല. കാലം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നൊരു പക്ഷേ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം ഏതാണ്? അമേരിക്ക തന്നെയായിരിക്കുമോ? നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. യഥാർത്ഥത്തിൽ ഈ റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പെട്ടെന്ന് ലോകത്തിന് മനസ്സിലായത് ഒന്നുമല്ല. പണ്ടേ തന്നെ ഇത് പല രാജ്യങ്ങൾക്കും വ്യക്തമായതാണ്. ചൈനയൊക്കെ പണ്ടേ ഈ രംഗത്ത് ഗവേഷണം തുടങ്ങിയതാണ്. എന്നാൽ ലോകത്തെ പല ആയുധ കമ്പനികളും ഇതെല്ലാം പരമാവധി വീണ്ടും സെയിൽ ചെയ്യാൻ, അതായത് ഈ ടാങ്കുകൾ, യുദ്ധവിമാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കിത് വിറ്റാൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ലാഭമുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വീണ്ടും പല രാജ്യങ്ങളെ കൊണ്ട് പല രീതിയിലും വാങ്ങിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല കമാൻഡോസിനെയും ഒക്കെ കാണാറുണ്ട്. വളരെ അത്യാധുനികമായ തോക്കുകളും അല്ലെങ്കിൽ വെടിയുണ്ടകൾ ഏൽക്കാത്ത കവചവും ഒക്കെ ധരിച്ച് വളരെ അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്ന പട്ടാളക്കാർ. അതിൻ്റെയും കാലം കഴിഞ്ഞു, എത്ര അഡ്വാൻസ്ഡ് ആണെങ്കിലും. ഇനി മനുഷ്യർ നേരിട്ടിറങ്ങുന്ന യുദ്ധമായിരിക്കില്ല ഉള്ളത് എന്നുള്ളതാണ്. രണ്ട് ഭാഗത്തും ഡ്രോണുകൾ തന്നെ ആയാൽ പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന രീതിയിലാണ് ചൈനയൊക്കെ അവരുടെ ഡ്രോണുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ഫ്യൂച്ചറിലുള്ള യുദ്ധം റോബോട്ടുകൾ, അതായത് ടെർമിനേറ്റർ സിനിമയിലൊക്കെ കാണുന്നത് പോലെ മനുഷ്യനെ പോലെ ഇരിക്കുന്ന റോബോട്ടുകൾ അല്ലെങ്കിൽ യന്ത്രപ്പുലികൾ, മെഷീൻ ഗണ്ണുകളൊക്കെ പിടിപ്പിച്ച യന്ത്രപ്പുലികൾ, ഇതൊക്കെ ഒരു സയൻസ് ഫിക്ഷൻ പോലെ ഉള്ളതാണ്. ഇതൊക്കെ ആയിരിക്കും ആക്രമണം നടത്തുക. ഒന്നും ആയിരിക്കില്ല, എല്ലാം ഈ ഡ്രോണുകളായിരിക്കും എന്നുള്ളതാണ്. ഇനി അങ്ങനെയുള്ള റോബോട്ടുകൾ തന്നെയും ഇറങ്ങിയാൽ ഇതിനെല്ലാം നശിപ്പിക്കാൻ ഇതേ ഡ്രോണുകൾക്ക് തന്നെ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞൊരു കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. കാലം മാറുന്നതിൻ്റെ വ്യക്തമായൊരു സൂചനയാണിത്. നമ്മൾ കേട്ട് ശീലിച്ചതുപോലെയുള്ള യുദ്ധമുറകളോ അല്ലെങ്കിൽ യുദ്ധങ്ങളോ ഒന്നും ആയിരിക്കില്ല വരാൻ പോകുന്ന കാലത്തുണ്ടാവുക. അല്ലെങ്കിൽ കാലഹരണപ്പെട്ടതും പഴഞ്ചനുമായിരിക്കുന്നു ഇന്ന് നമ്മൾ വളരെ അത്യാധുനികമെന്ന് കരുതുന്ന വലിയ യുദ്ധവിമാനങ്ങളും അല്ലെങ്കിൽ യുദ്ധോപകരണങ്ങളും പോലും. എന്തൊക്കെയാണെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.